ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 7-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള ഭാഗങ്ങളിൽ ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. പൗലോസ് അടുത്ത ഭാഗത്ത് പറയുന്നത്, എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആദ്യത്തെ ഭാഗത്ത് പറയുന്നത് ഞാൻ ഈ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, ദൈവവചനത്തിനകത്ത് ഞാൻ സന്തോഷിക്കുന്നു. അടുത്ത ഭാഗം, എങ്കിലും ഞാൻ ഇങ്ങനെയൊക്കെ രസിക്കുന്നെങ്കിലും എനിക്കിതിനകത്ത് സന്തോഷമുണ്ടെങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന. അപ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാൻ പോരാടുന്ന ഒരു വിഷയം നമ്മുടെ അവയവങ്ങളിൽ വെളിപ്പെടുന്നുണ്ട്. അത് ഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രിയരെ ഏറ്റവും പ്രാധാന്യം. ധന്യനായ അപ്പോസ്തലൻ പറയുന്നു, നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തിന്മ എൻ്റെ പക്കലുണ്ട്. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ പ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണും. പ്രിയരെ, യേശുവിൻ്റെ കൂടെ നടന്ന യൂദ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടൊരു മനുഷ്യൻ താൻ പണസഞ്ചിയൊക്കെ സൂക്ഷിച്ച് സന്തോഷത്തോടെ നടക്കുമ്പോൾ തൻ്റെ ജീവിതത്തിനകത്ത് നന്മ ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. പക്ഷേ തൻ്റെ ജീവിതത്തിനകത്ത് അത് നിൽക്കുമ്പോൾ തന്നെ വേറൊരു പ്രമാണം തൻ്റെ അവയവങ്ങളിൽ ഇങ്ങനെ ചലിക്കുക. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷത്തിനകത്ത് ലാസറിനെ ഉയർപ്പിച്ചതിന് ശേഷം 12-ാം അധ്യായത്തിൽ ഒരു പന്തിയിലിരിക്കുമ്പോൾ ഒരു സഹോദരി വന്ന് വെൺകൽ ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചെടുത്തപ്പോൾ സഹോദരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ വെറും ചെലവ് എന്തിനാണ്? ഇത് 300 വെള്ളിക്കാശിന് വിൽക്കാമല്ലോ, ഇത് വേറൊരു പ്രമാണമാണ്. കർത്താവ് പറഞ്ഞു, അവൾ എങ്കൽ ചെയ്തത് നല്ലതാണ്. അവളുടെ ജീവിതത്തിനകത്ത് അവൾ രസിച്ച, അവൾ ആഗ്രഹിച്ച ആ സന്തോഷമാണ് അവളിപ്പോൾ ചെയ്തത്. പക്ഷെ നോക്കിയേ, ഇതേ സന്തോഷത്തിനകത്ത് നിൽക്കുന്ന യൂദ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തൻ്റെ അവയവങ്ങളിൽ പോരാടുന്ന വേറൊരു പ്രമാണത്തിനകത്ത് പ്രവേശിക്കുകയാണ്. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത്. നമുക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന, 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്ന, തൻ്റെ ജീവിതത്തിനകത്ത് സമ്പത്തിനോട് വല്ലാത്ത അങ്ങോട്ട് ആഗ്രഹം ഉണ്ടാക്കി തൻ്റെ നിത്യതയെ നഷ്ടപ്പെടുത്തി കളയുന്ന വേറൊരു പ്രമാണം തൻ്റെ അവയവങ്ങളോട് പോരാടി താൻ പരാജയപ്പെട്ടൊരു ഭാഗം ബൈബിളിലുണ്ട്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിനകത്ത് പൗലോസ് റോമാ സഭയോട് പറയുമ്പോൾ നമ്മളിത് ഗ്രഹിക്കാനാണ് പറയുന്നത്. അടുത്ത ഭാഗം പറയുന്നു, അതെൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബന്ധനാക്കി കളയും, എന്നെ ബന്ധിക്കുകയാണ്. ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ജയിക്കാൻ പറ്റാത്ത നിലയിൽ ബന്ധിക്കുകയാണ്. പ്രിയരെ, പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് പണസഞ്ചി വലിച്ചെറിഞ്ഞ് കെട്ടിത്തൂങ്ങി ചത്ത് കുടൽ തുറിച്ചുപോയ ആ യൂദായുടെ അവയവങ്ങളിൽ പോരാടിയ ഒരു പോരാട്ടം തനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നോർക്കുക, നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വേറൊരു പ്രമാണം പോരാടുന്നുണ്ട്. അത് എന്നെ ബന്ധനാക്കി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ ജീവിതത്തിനകത്തുള്ള ചോദ്യമാണ്, എന്നെ ആർ വിടുവിക്കും? ജീവിതത്തിനകത്ത് പ്രിയരെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മെ വിടുവിക്കുന്ന കർത്താവിനെ മുറുകെ പിടിച്ച് ജയിക്കുവാൻ കൃപ തരുന്ന ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തോട് ചേർന്നിരുന്ന് ധന്യനായ അപ്പോസ്തലൻ റോമാ സഭയ്ക്ക് കൊടുത്ത ലേഖനത്തിനകത്ത് പറയുന്നത് പോലെ ജയിപ്പാൻ കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാവിൽ സഞ്ചരിച്ച് നിത്യതയിലേക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.